കഴിഞ്ഞ ആഴ്ച നടത്തിയൊരു അഭിമുഖത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിലപാടുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു. സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കൽ, പലസ്തീൻ അതോറിറ്റി ചെയർമാൻ മഹ്മൂദ് അബ്ബാസുമായുള്ള ചർച്ചകൾ, പലസ്തീൻകാരൻ മർവാൻ ബർഗൌട്ടിയുടെ മോചനം എന്നിവയുൾപ്പെടെ നിരവധി മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളും ട്രംപ് സംസാരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഈ ലോകത്തോട് പോരാടാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു. ലോകം നമ്മുടെ ആക്രമണത്തിൽ മടുത്തു. ഞാൻ ബീബിയോട് പറഞ്ഞു, ബീബി, നിങ്ങൾ ഈ ലോകത്തോട് പോരാടാൻ കഴിയില്ല. നിങ്ങൾക്ക് വ്യക്തിഗത യുദ്ധങ്ങൾ നടത്താൻ കഴിയും, പക്ഷേ ലോകം നിങ്ങൾക്കെതിരാണ്. ലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ വളരെ ചെറിയൊരു സ്ഥലമാണ്. നെതന്യാഹുവിനോട് ഒക്ടോബർ 4 ഇക്കാര്യം പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ പരമാധികാരം പ്രയോഗിക്കുന്നതിനുള്ള പ്രാഥമിക വോട്ടെടുപ്പ് നെസറ്റ് പാസാക്കിയതിനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു പുതിയ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് പറഞ്ഞത്. അത്തരമൊരു നീക്കം അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അത് സംഭവിക്കില്ല. ട്രംപ് ടൈം മാഗസിനോട് പറഞ്ഞു, ഞാൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയതിനാൽ അത് സംഭവിക്കില്ല. നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് വലിയ അറബ് പിന്തുണ ലഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടും, ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഗാസ സമാധാന പദ്ധതിയിൽ തുർക്കിയെ ചേർത്ത് പിടിച്ച അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രാജ്യമാണ് തുർക്കി. ഗാസയിൽ തുർക്കിക്ക് ക്രിയാത്മകമായ പങ്കുണ്ടാകുമെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പ്രതീക്ഷിച്ചതിലും നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും JD വാൻസ് അവകാശപ്പെട്ടു. കരാർ നിലനിൽക്കുമെന്നാണ് ശുഭപ്രതീക്ഷയെന്നും വാൻസ് പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചിരുന്നു. അതോടെയാണ് ലോകം കടുത്ത ആശങ്കയിലായത്. പിന്നാലെ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായി. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വാൻസ് ഇസ്രായേലിലെത്തിയത്. രാജ്യാന്തര സേനയുടെ ഭാഗമായി തുർക്കി സേനയെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഗാസയുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളിൽ US പ്രസിഡന്റുമായി ചർച്ച നടത്തിയെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ഗാസ യുദ്ധത്തോടെയാണ് ഈ ബന്ധം നഷ്ടമായത്. ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗാൻ വിമർശിച്ചു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. തുർക്കിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗാസ സമാധാന കരാറിന് ഹമാസ് വഴങ്ങിയത്. ഗാസയിലെ സമാധാന സേനയിൽ തുർക്കി ഉണ്ടാകുമെന്ന് എർദോഗൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ കരാർ പ്രകാരം ഇസ്രായേൽ കൈമാറിയ മൃതദേഹങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത 54 പലസ്തീൻകാരെയും സംസ്കരിച്ചു. 30 മൃതദേഹങ്ങൾ കൂടി ഗാസയിൽ എത്തിയിട്ടുണ്ട്. 28 ബന്ധുക്കളിൽ 15 പേരുടെ മൃതദേഹങ്ങൾ ഹമാസും കൈമാറി. ശേഷിക്കുന്ന 13 മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണെന്നും വീണ്ടെടുക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നുമാണ് JD വാൻസ് പറഞ്ഞത്. വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 88 പേരാണ് കൊല്ലപ്പെട്ടത്.